നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കല്ലേറ്റിങ്കര നിപ്മറിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിറവ് 2025 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷി ശാക്തീകരണ പുനരധിവാസ മേഖലകളിൽ അഖിലേന്ത്യാ അംഗീകാരം മാത്രമല്ല അന്തർദേശീയ അംഗീകാരവും ലഭിച്ചതിലൂടെ നിപ്മർ മികവിന്റെ കേന്ദ്രമായി വളർന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. നിപ്മറിൽ വിവിധ കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരി ഐസക്, മിനി സുധീഷ്, നിപ്മർ പ്രിൻസിപ്പൽ അന്ന ഡാനിയൽ എന്നിവർ പങ്കെടുത്തു. ഈ സർക്കാരിന്റെ കാലത്ത് ഓരോ വർഷവും കൂടുതൽ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് നിപ്മറിനെ ഈ ഉത്കർഷത്തിലേക്ക് സംസ്ഥാന സർക്കാർ നയിച്ചിട്ടുള്ളത്. 21-22 സാമ്പത്തിക വർഷം, അതായത് ഈ സർക്കാരിന്റെ ആദ്യ വർഷം 8 കോടി രൂപയും തൊട്ടടുത്ത വർഷം 22-23 10 കോടി രൂപയും 23-24 സാമ്പത്തിക വർഷം 12 കോടി രൂപയും 24-25 സാമ്പത്തിക വർഷം 12.5 കോടി രൂപയും ഈ വർഷം അതായത് 25-26 18 കോടി രൂപയും നിപ്മറിന്റെ വൈവിധ്യപൂർണമായ വികസന പ്രവർത്തനങ്ങൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം സസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് അധിക വർഷത്തിനുള്ളിലല്ലാതെ, അതായത് ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ നിപ്മറിന് ഈ രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ കൂടൽമാണിക്യം വാർഡിലെ മഹാത്മാ പാർക്ക് നവീകരണത്തിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ഉദ്ഘാടനം BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, BJP സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം, ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ടൗൺ ഏരിയ ജനറൽ സെക്രട്ടറി ബാബുരാജ്, പാർക്ക് ക്ലബ് ആദ്യകാല പ്രസിഡന്റ് വിശ്വനാഥ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമ പദ്ധതികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് മറ്റു സംസ്ഥാനങ്ങളുണ്ട്. ആ കാഴ്ചപ്പാട് കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്കും കുട്ടികൾക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്ന പദ്ധതികൾ അവർക്കില്ലാതെ പോകുന്നത് ഈ ഒരു നയം കാരണമാണ്. സ്വാഭാവികമായിട്ടും ഈ കേരള സർക്കാരായാലും ഇരിങ്ങാലക്കുട നഗരസഭയായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ അവർ വിമുഖത കാണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ ഈ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന് ഒരു ഹൈടെക് മുനിസിപ്പാലിറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭ പിടിച്ചുകൊണ്ട് ഇത്തരം കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസവും അറിയാലോ PM-ശ്രീ പദ്ധതി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 20-ാം വാർഡിലെ വികസന മന്ദിരത്തിലെ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ പ്രവർത്തനോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, അംബിക പള്ളിപ്പുറത്ത്, സിസി ഷിബിൻ, ജെയ്സൺ പാറേക്കാടൻ, CDS ചെയർപേഴ്സൺ പുഷ്പാവതി എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് KR വിജയ സ്വാഗതവും പട്ടികജാതി വികസന ഓഫീസർ CK അശോകൻ നന്ദിയും പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന നമ്മുടെ ഇപ്പോഴുള്ള മക്കൾക്കും അതുപോലെ നമുക്കറിയാം നമ്മുടെ പ്രായം ചെന്നവരൊക്കെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു സമയമൊക്കെ ചെലവഴിക്കാൻ കിട്ടുന്ന സമയമാണല്ലോ
ഈ ലൈബ്രറിയും റീഡിംഗ് റൂമൊക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു വായനയിലുള്ള ശീലത്തോടൊപ്പം തന്നെ അവരുടെ മാനസിക ഉല്ലാസവും കൂടിയല്ല. അപ്പോൾ അതൊക്കെ ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലൈബ്രറിയുടെയും കാട്ടൂർ നെടുമ്പുരയിൽ മുറിക്കുള്ളിൽ തീപിടുത്തം. ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തി നശിച്ചു. നെടുമ്പുര കലാനഗറിന് സമീപത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന പുളിന്തറപ്പറമ്പിൽ ഹിലാൽ മുഹമ്മദിന്റെ മുറിയിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് തീപിടുത്തമുണ്ടായത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും കാട്ടൂർ പോലീസും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുട നഗരസഭ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് റിപ്പബ്ലിക് പാർക്കിൽ നിർമ്മിച്ച ഓപ്പൺ ജിം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, സിസി ഷിബിൻ, മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജിക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് റാണി സക്കറിയ, ക്ലസ്റ്റർ ഹെഡ് പയസ് എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ ഓപ്പൺ ജിം എന്ന ഒരു കാര്യം നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ പദ്ധതി രൂപീകരണമെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആകെ സമീപിക്കാൻ ആദ്യം തോന്നിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ശ്രീ എപ്സനുമായിട്ട് സംസാരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ സമയത്ത് അവരുടെ ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞിരുന്നു. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് സാങ്ഷനാക്കാമെന്ന് ഒരു ഐഡിയ ഞങ്ങൾക്കോട് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയും പിന്നത്തെ അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ അത് അംഗീകരിച്ചു എന്നും പറയുകയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ 2010-15 ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇരിങ്ങാലക്കുട ഈ പാർക്കിൻ്റെ നവീകരണം വളരെ ഭംഗിയായി അന്ന് ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 14-ാം വാർഡിലെ 24 പുര വീട്ടുകാർക്ക് താമസിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന്റെ ആദ്യഘട്ടമായി സ്ഥലം അളന്നു. അതിര് തിരിച്ച് പോസ്റ്റിട്ട് നൽകുന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ജെയ്സൺ പാറേക്കാടൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ CM സാനി, ബിജു പോൾ അക്കരക്കാരൻ എന്നിവർ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ഷെല്ലി വിൽസൺ സ്വാഗതവും അംഗൻവാടി ടീച്ചർ രാജി നന്ദിയും പറഞ്ഞു. നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞു 2005 ശ്രീ MP ജാക്സന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ ആ കൗൺസിലാണ് ഇങ്ങനെ 24 പേര വീടുകൾ ഈ അന്ന് സ്ഥലവും വീടുമില്ലാത്തവർക്ക് ആയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്ത് കിട്ടിയത്. അതേപോലെ തന്നെയാണ് 2010-ലും ഈ ജവഹർ കോളനിയിൽ തന്നെയാണ് നമ്മൾ ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചതും. അവിടെ 2015, 14-15 ആ സമയത്ത് 10-15 കൗൺസിലിൻ്റെ സമയത്തായിരുന്നു. അതെല്ലാം ഈ ജവഹർ കോളനിയിൽ തന്നെയാണ് അത്രയും വീടുകൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. കുറേ പേർക്ക് ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് പിന്നെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 കൗൺസിലിന് മുമ്പാണ് നമ്മളത് ഗവൺമെൻറ്റിലേക്ക്, സർക്കാരിലേക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്ത് എത്രയും വേഗം ലഭ്യമാക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ആ വീടുകളുടെ നിങ്ങളുടെ എത്രയാണ് എന്നുള്ള സ്ഥലം വേർതിരിച്ച് കല്ലിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.